ഹായ്, സ്മിതൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ മോണ്ടിസോറി ആക്ടിവിറ്റി ചെയ്യാം. അപ്പൊ ഇന്നത്തെ മോണ്ടിസോറി ആക്ടിവിറ്റിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതുപോലത്തെ 2 കണ്ടെയ്നർ, അതിൽ കുറച്ച് വെള്ളം, നമ്മളെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഈ മറ്റേ നമ്മള് ഡ്രസ്സൊക്കെ ആറിടാൻ വേണ്ടി എടുക്കില്ലേ, അങ്ങനത്തെ ഒരു ക്ലിപ്പ്. ഒന്നല്ല, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ നമ്മളെ വീട്ടിന്റെ മുറ്റത്തുള്ള കുറച്ച് ഇലകൾ. ഇത്രയും സാധനമാണ്. ഇതെല്ലാം നമ്മളെ വീട്ടിൽ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതാ ഇല വെള്ളത്തിലിടുക. അപ്പൊ അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കളിക്കും. ഇങ്ങനെ ഇളകി കുറച്ചും കൂടി വീതിയുള്ള ഇതുപോലത്തെ എന്താ പറയാ കണ്ടെയ്നർ ആണെങ്കിൽ മറ്റേ ഇലകൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. ഇതിപ്പോ അങ്ങനത്തെ കണ്ടെയ്നർ ഞാൻ ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് എടുത്തത്. അപ്പൊ എന്ത് ചെയ്യണം, ഈ ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് കുഞ്ഞുങ്ങള് ഈ ഇല ഇങ്ങനെ ഓരോ ഇല വീതം എടുത്തിട്ട് അടുത്ത കണ്ടെയ്നറിലേക്ക് ഇടണം. ഇതാണ് നമ്മളെ ആക്ടിവിറ്റി. അപ്പൊ ഇങ്ങനെ എല്ലാ ഇലകളും എടുത്ത് ഇങ്ങനെ എടുത്തിടുക. അപ്പം ഇതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ഇതാ ഫിംഗേഴ്സിന്റെ ഗ്രിപ്പ് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യും. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ, ക്ഷമ. ബാക്കിയുള്ളത് ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ എഴുതാട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ലോങ് ആയി പോകുന്നുണ്ട്. അപ്പൊ കുറെ പേർക്ക് കാണാനുള്ള ഒരു ചടപ്പും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പൊ ബാക്കി ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിൽ വായിച്ചു നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കുക. കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ വിചാരിക്കും എന്താണ് ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കുട്ടികളിലുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇത് ഈ ഫ്ലോട്ടിങ് അല്ലാതെ തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് മറ്റു ചില ആക്ടിവിറ്റീസും കൂടി ചെയ്യാം കേട്ടോ. ഇതിന്റെ സെയിം കളർ ഒരു കാർഡ്ബോർഡ് എടുക്കുക. കാർഡ്ബോർഡിൽ ഇതിന്റെ സെയിം കളേഴ്സ് നമ്മൾ അടിക്കുക. എന്നിട്ട് അതിന്റെ നേരെ ഈ ക്ലിപ്പ്, അതാത് കളറുള്ള ക്ലിപ്പ് നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട്, അത് കുറച്ചും കൂടി വലിയ കുട്ടികളെ കൊണ്ട്, കളറൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ കൊണ്ട് കറക്റ്റ് ആയിട്ട് കളറിന്റെ മുകളിൽ ഈ ക്ലിപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറയാം. അങ്ങനെയും ചെയ്യിപ്പിക്കട്ടോ. ഇത് ചെറിയ pre-KG പഠിക്കുന്ന കുഞ്ഞുങ്ങളില്ലേ, അവരെ കൊണ്ട് ഒക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ആണത്. 1 വയസ്സ് 1.5 വയസ്സൊക്കെ ആയ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റിയ ആക്ടിവിറ്റി ആണ് കേട്ടോ അത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു. ടാറ്റ, ബൈ ബൈ.